ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പറയുന്നത് എക്സാം സമയമാകുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണമായ പ്രശ്നമാണ് സ്ട്രെസ്സ്, ടെൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറവ്. പുസ്തകം തുറന്ന് പഠിക്കാതിരിക്കുമ്പോൾ പോലും മനസ്സ് മറ്റൊരിടത്തേക്ക് പോവുക, ചിലപ്പോൾ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കാറില്ല. ഇതൊക്കെ ഈ എക്സാം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിൽ കാണുന്നൊരു ബുദ്ധിമുട്ടുകളാണ്. അത് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില സിമ്പിൾ യോഗ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ആദ്യത്തേത് കോൺസെൻട്രേഷൻ കുറവ് തന്നെയാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് പോവുക, ഫോക്കസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. രണ്ടാമത് കാണുന്നത് ഓവർ തിങ്കിങ് ആണ്. എനിക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റുമോ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ, എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ, ഇങ്ങനെ അധികം ചിന്തകളാണ് സ്റ്റുഡൻസിന് സ്ട്രെസ്സ് ഉണ്ടാക്കുന്നത്. ഈ സ്ട്രെസ്സ് കാരണം പല സ്റ്റുഡൻസിനും രാത്രി ശരിയായി ഉറങ്ങാൻ പോലും കഴിയാറില്ല. ഇതിൻ്റെ കൂടെ തലവേദനയും ക്ഷീണവും ഒക്കെ വരാം. പിന്നീട് നമ്മൾ കാണുന്ന വലിയൊരു പ്രശ്നം മൊബൈൽ ഡിസ്ട്രാക്ഷനാണ്. പഠിക്കാതിരിക്കുമ്പോൾ തന്നെ മൊബൈൽ നോക്കണമെന്ന തോന്നലുണ്ടാവാം. എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നമ്മൾ അതിലോട്ടേക്കായിരിക്കും കോൺസെൻട്രേഷൻ പോവുക. എങ്ങനെ നമുക്ക് എക്സാമിന് ഫോക്കസ് ചെയ്യാം? അപ്പോൾ നമ്മൾ നന്നായി പഠിച്ച ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളത് എന്നും വായിക്കാൻ ശ്രമിക്കാം. ഒരു റിവിഷന് നമ്മളെപ്പോഴും ഒരു സമയം കണ്ടെത്തണം. അതിനായിട്ട് തന്നെ നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. പഠിച്ച ഭാഗങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള മാതൃകാ ചോദ്യങ്ങൾക്ക് പുസ്തകം നോക്കാതെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഇനിയുള്ള സമയം പ്രധാനമാണ്. ഇതുവരെ ഒന്നും ചെയ്തില്ല എന്ന തോന്നൽ നിരാശയിലല്ലാതെ വേറൊന്നും തരില്ല. സോ നമ്മൾ ഇനിയുള്ള സമയം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി എങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാം യോഗയിലൂടെയെന്ന് നമുക്ക് നോക്കാം. എക്സാം സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും സിമ്പിളായ ഒരു ടെക്നിക്കാണ് ഡീപ്പ് ബ്രീത്തിങ്. അതിനായി നമ്മൾ നേരെ ഇരിക്കാം. നമ്മുടെ സ്പൈൻ കറക്റ്റായി നേരെ നിവർന്നിരിക്കാം. കണ്ണുകൾ അടച്ച് മൂക്കിലൂടെ പതിയെ ആഴത്തിൽ ശ്വാസം എടുക്കാം. അത് സ്ലോലി പുറത്ത് വിടുക. ഇത് 5 മുതൽ 10 തവണ വരെ റിപ്പീറ്റ് ചെയ്യാം. ഈ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നെർവസ് സിസ്റ്റം കാമാവുകയും മൈൻഡ് റിലാക്സ് ആകാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാനും കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. രണ്ടാമത്തെ ടെക്നിക്കാണ് സിമ്പിളായിട്ടുള്ളൊരു മെഡിറ്റേഷൻ. ശാന്തമായ ഒരു സ്ഥലത്തിരിക്കാം. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുക. ഇൻഹെയിൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്നതിലും മാത്രം ശ്രദ്ധ കൊടുത്ത് മനസ്സിൽ വരുന്ന ചിന്തകളെ ഫോഴ്സായി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട. അവ സ്വാഭാവികമായി വരാനും പോകാനും അനുവദിക്കാം. ഇത് 2 മുതൽ 5 മിനിറ്റ് വരെ പ്രാക്ടീസ് ചെയ്താൽ മൈൻഡ് കാമാകാനും ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. മൂന്നാമതായിട്ട് നെക്ക് ആൻഡ് ഷോൾഡർ റിലാക്സേഷൻ ടെക്നിക്കാണ്. അതായത് കൂടുതൽ സമയം പഠിക്കാനിരിക്കുമ്പോൾ നെക്കിൽ വരുന്ന സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ ഷോൾഡറിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, ഇതുകൊണ്ട് നമുക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ചെറിയതായൊരു സ്ട്രെച്ചിങ് എക്സസൈസാണ് നമ്മൾ കൊടുക്കുന്നത്. സ്ലോലി ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും നെക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ ഷോൾഡർ റിലാക്സ് ചെയ്യാനും ശ്രമിക്കാം. ഡീപ്പ് ബ്രീത്ത് എടുത്ത് പുറകോട്ട് ഷോൾഡർ വലിച്ചെടുത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 3-4 വട്ടം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു ഫാറ്റിക് കുറയാനും ബോഡി ഒന്ന് റിലാക്സ് ആകാനും സഹായിക്കും. ഈ എക്സാം സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താം. ശരിയായ ഉറക്കം, റെഗുലറായിട്ട് ഒരു സ്റ്റഡി ബ്രേക്സ് കൊടുക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് പഠിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളവും ഫുഡും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കണം. ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന് പകരം ലൈറ്റായിട്ടുള്ള ഫുഡ്സ് കഴിക്കാം. മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ് എക്സസൈസും പ്രാക്ടീസ് ചെയ്യാം. ഇവയെല്ലാം കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്.
എക്സാം സമയത്ത് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫ്രീ ഓൺലൈൻ യോഗ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഈ സെക്ഷനിൽ സ്റ്റുഡൻസിന് ഹെൽപ്ഫുള്ളായ സിമ്പിൾ യോഗ പ്രാക്ടീസസും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. സ്റ്റേ ഹെൽത്തി.